എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ പഠിക്കുവാൻ പോകുന്നത് പുതിയൊരു അധ്യായമാണ്. കർമ്മോത്സുകതയുടെ ലാവണ്യമുദ്രകൾ. ചിത്രം ഒന്ന് നോക്കൂ. മനുഷ്യൻ്റെ കൈകളെയും അവയുടെ അനന്തമായ കഴിവുകളെയും സൃഷ്ടിശക്തിയെയും ഈ ചിത്രം വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്നു. കയ്യിൽ ഒതുങ്ങുന്ന വിവിധ തൊഴിൽ ഉപകരണങ്ങൾ, ചൂണ്ടക്കുളത്ത് മുതൽ കമ്പ്യൂട്ടർ മൗസ് വരെ, മനുഷ്യൻ കൈവരിച്ച നാഗരികതയുടെയും പുരോഗതിയുടെയും നാൾവഴികളിലൂടെ നമ്മെ കൊണ്ടുപോകുന്നു. മനുഷ്യൻ്റെ കൈകൾ വെറും അധ്വാനത്തിൻ്റെ ഉപാധികൾ മാത്രമല്ല, സർഗാത്മകതയുടെയും കരകൗശലത്തിൻ്റെയും ഉറവിടം കൂടിയാണ്. കൃഷി, എഞ്ചിനീയറിംഗ്, നിർമ്മാണം, വൈദ്യശാസ്ത്രം, സാഹിത്യം, സാങ്കേതികവിദ്യ തുടങ്ങി എല്ലാ മേഖലകളിലും മനുഷ്യൻ്റെ കൈകൾ വഹിച്ച പങ്ക് അനിർവചനീയമാണ്. കയ്യിൽ നിന്ന് വരുന്ന ഉപകരണങ്ങളുടെ വൈവിധ്യം നമുക്ക് ലഭ്യമായ അവസരങ്ങളുടെ വിശാലതയെ പ്രതിഫലിപ്പിക്കുന്നു. എല്ലാ തൊഴിലുകൾക്കും അതിൻ്റേതായ മൂല്യവും മഹത്വവുമുണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ആണ് ഈ ചിത്രം മുന്നോട്ട് വയ്ക്കുന്നത്. മുറുകെ പിടിച്ച മുഷ്ടി അധ്വാനത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും പ്രാധാന്യത്തെ ഊന്നിപ്പറയുന്നു. നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്ത കഴിവുകളും താല്പര്യങ്ങളുമുണ്ട്. അവ നമ്മുടെ കൈകളിലൂടെ ലോകത്തിന് നൽകാൻ കഴിയണം. കർമ്മോത്സുകതയുടെ ലാവണ്യമുദ്രകൾ എന്ന അധ്യായത്തിലെ തിരുനെല്ലൂർ കരുണാകരൻ എഴുതിയ തരിശുനിലങ്ങളിലേക്ക് എന്ന കവിതയാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. കവിതയിലേക്ക് കടക്കുന്നതിന് മുൻപ് തിരുനെല്ലൂർ കരുണാകരനെക്കുറിച്ച് ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. മലയാളത്തിലെ കവിയും സാഹിത്യകാരനും വിവർത്തകനും അധ്യാപകനുമായിരുന്നു തിരുനെല്ലൂർ കരുണാകരൻ. 1924 ഒക്ടോബർ 8 കൊല്ലം ജില്ലയിൽ ജനനം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വളരെക്കാലം മലയാള വിഭാഗം അധ്യാപകനായിരുന്നു. സമാഗമം, സൗന്ദര്യത്തിൻ്റെ പടയാളികൾ, പ്രേമം മധുരമാണ്, ഭീരുവാണ്, റാണി, മേഘസന്ദേശം, അന്തിമയങ്ങുമ്പോൾ, രാത്രി, അഭിജ്ഞാന ശാകുന്തളം, വയലാർ, മലയാള ഭാഷ പരിണാമം, സിദ്ധാന്തങ്ങളും വസ്തുതകളും എന്നിവയാണ് പ്രധാന കൃതികൾ. ആശാൻ പുരസ്കാരം, വയലാർ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ദുബായ് ശക്തി അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങളും ലഭിച്ചു. 2006 ജൂലൈ 5 അന്തരിച്ചു. തരിശുനിലങ്ങളിലേക്ക് എന്ന കവിത കേവലം കൃഷിഭൂമിയുടെ നവീകരണത്തെക്കുറിച്ചുള്ളതല്ല, മറിച്ച് അടിച്ചമർത്തപ്പെട്ടവരുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ഒരു ശക്തമായ പ്രഖ്യാപനമാണ്. തരിശായി കിടക്കുന്ന വയലുകളിലേക്ക് അവയെ പുനർജീവിപ്പിക്കാനായി അണിനിരന്നെത്തുന്ന കർഷക തൊഴിലാളികളുടെ വീര്യവും ദൃഢനിശ്ചയവും തിരുനെല്ലൂർ കരുണാകരൻ്റെ ഈ കവിത വരച്ചു കാട്ടുന്നു. നമുക്ക് കവിതയിലേക്ക് കടക്കാം. തരിശുനിലങ്ങളിലേക്ക് വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ, എരിയും വേനലിനറുതിയിലണയും കരിമുകിൽ പോലെ വേലക്കാർ. അവരുടെ മിഴിയിൽ മിന്നൽ പിണരുകളകമേ തെളിനീർക്കുളിരുകളും, തളരാതുയരും കൈകളിലുണ്ടേഴകായി വിളയും വിത്തുകളും. ഇടിവാളുകളായി കുളിരായി അഴകായി അടിപതരാത്തൊരു ദൃശ്യതയായി തരിശുനിലങ്ങളിലേക്ക് വരുന്നു കരുതിയിറങ്ങിയ വേലക്കാർ. നോക്കൂ, എന്താണ് ഈ വരികളിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഭൂമിയെ സമൃദ്ധവും സമ്പന്നവുമാക്കാനെത്തുന്ന തൊഴിലാളികളുടെ ശക്തിയും സൗന്ദര്യവും ആവിഷ്കരിച്ചുകൊണ്ടാണ് കവിത ഇവിടെ ആരംഭിക്കുന്നത്. കരിമേഘങ്ങൾ പോലെ വരുന്ന തൊഴിലാളികൾ വരൾച്ച ബാധിച്ച നിലങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നു. കരുത്തിൻ്റെയും
സൗന്ദര്യത്തിൻ്റെയും പ്രതീകമാണ് തൊഴിലാളികൾ. വേനലിൻ്റെ അറുതിയിലെത്തുന്ന കരിമുകിൽ മണ്ണിനും മനുഷ്യർക്കും ഒരുപോലെ പ്രതീക്ഷയും ആശ്വാസവും ആനന്ദവും പകരുന്നു. അവരുടെ കണ്ണുകളിൽ മിന്നൽ പിണറുകളും നെഞ്ചകങ്ങളിൽ തെളിനീരിൻ്റെ കുളിരുമുണ്ട്. തളരാതെ എത്തുന്ന അവരുടെ കൈകളിൽ അഴകു വിടർത്തി വിളയാടാൻ കൊതിക്കുന്ന വിത്തുകളും ഉണ്ട്. അങ്ങനെ കുളിരായി അഴകായി അടിപതറാതെ തൊഴിലാളികൾ തരിശുനിലങ്ങളിലേക്ക് വരുന്നു എന്നിവയെല്ലാമാണ് ഈ വരികളിൽ പറഞ്ഞു വയ്ക്കുന്നത്. നമുക്ക് അടുത്ത വരികളിലേക്ക് കടക്കാം. വ്യതകളെയുള്ളിലൊരുക്കിക്കൊണ്ട ഹൃദയശതങ്ങൾ തുടിക്കുമ്പോൾ തരസാ സൃഷ്ടിസ്ഥിതിയിലയ ശക്തികൾ ഒരുമിച്ചുണരുകയാണല്ലോ. അവരുടെ കാൽപ്പെരുമാറ്റങ്ങൾ പെരുവഴികളെയിട്ടു മെതിക്കുമ്പോൾ പ്രതിബന്ധങ്ങൾ തകർന്നടിയുന്നു ഗതകാലത്തിൻ ജീർണതകൾ. എന്താണ് ഈ വരികളിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. വേനലിൻ്റെ കാഠിന്യവും ജീവിതത്തിലെ ദുരിതങ്ങളും അവരെ തളർത്തുന്നില്ല. മറിച്ച് അവരുടെ ഹൃദയത്തിൽ നിന്ന് ഉയർക്കൊള്ളുന്ന ഊർജം അവരെ പ്രചോദിപ്പിക്കുന്നു. എല്ലാ ഹൃദയവ്യഥകളെയും ഉള്ളിലൊരുക്കി ഊർജമാക്കി ഐക്യത്തോടെ എത്തുന്ന അവരുടെ ഹൃദയ തുടിപ്പുകൾക്ക് മുൻപിൽ സൃഷ്ടിസ്ഥിതി ലയ ശക്തികൾ ഒന്നിച്ചു ഉണരുകയാണ്. സ്മൃതിയെ സൃഷ്ടിക്കാനും സൃഷ്ടിച്ചതിനെ നിലനിർത്താനും അതിന് തടസ്സമാകുന്നതിനെ ഇല്ലായ്മ ചെയ്യാനുമുള്ള തൊഴിലാളി വർഗത്തിൻ്റെ സാമൂഹിക ബോധം തുടിച്ചുയരുന്നു. അവരുടെ കാൽവയ്പിനു മുൻപിൽ എല്ലാ പ്രതിബന്ധങ്ങളും തകർന്നടിയുന്നു. തൊഴിലാളികളുടെ കാൽവയ്പ്പുകൾ ആ വഴികളെ മെതിക്കുന്നത് അവർ നേരിടുന്ന വെല്ലുവിളികളെയും അവർ തകർക്കുന്ന തടസ്സങ്ങളെയും പ്രതീകവൽക്കരിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ കാലഹരണപ്പെട്ട വ്യവസ്ഥകളെയും അനീതികളെയും തകിടം മറിക്കുന്നു. കവിതാഭാഗത്ത് തൊഴിലാളികൾ നടത്തുന്ന പ്രഖ്യാപനം അവരുടെ കഠിനാധ്വാനത്തിൻ്റെയും ദുരിതങ്ങളുടെയും ഓർമ്മപ്പെടുത്തലാണ്. തരിശുനിലങ്ങളിലേക്ക് എന്ന കവിത കേവലം കാർഷിക വൃത്തിയുടെ ഒരു ആവിഷ്കാരമല്ല. അത് കഠിനാധ്വാനികളായ തൊഴിലാളികളുടെ ഒരു സ്തുതിഗീതമാണ്. അവരുടെ അചഞ്ചലമായ മനോബലത്തിൻ്റെയും നീതിക്കായുള്ള ദാഹത്തിൻ്റെയും ഒരു ഉജ്ജ്വല ചിത്രീകരണമാണ് ഈ കവിത എന്ന് നമുക്ക് പറയാം. തരിശുനിലങ്ങളിലേക്ക് എന്ന കവിത അധ്വാനവർഗത്തിൻ്റെ ജീവിതവും അവരുടെ അധ്വാനത്തോടുള്ള സമീപനവും വരച്ചുകാട്ടുന്ന ഒന്നാണ്. ദാരിദ്ര്യത്തോടും കഷ്ടതകളോടും അംഗം വെട്ടി മുന്നേറുന്ന, പട്ടിണിയിൽ എരിയുമ്പോഴും പൊരുതി ജീവിക്കുന്നവരാണ് അധ്വാനവർഗം. എങ്കിലും അവരുടെ നിശ്ചയദാർഢ്യത്തിനു മുൻപിൽ കരിങ്കൽ കുന്നുകൾ പോലും പൊടിഞ്ഞു തകരുന്നു. കവിതയിലെ വേലക്കാർ കഠിനാധ്വാനികളായ അധ്വാനവർഗത്തെ പ്രതിനിധീകരിക്കുന്നു. കരിമേഘങ്ങളോടും ഇടിവാളുകളോടും അവരെ ഉപമിക്കുന്നത് അവരുടെ കൂട്ടായ ശക്തിയെയും ദൃഢനിശ്ചയത്തെയും ചൂണ്ടിക്കാണിക്കുന്നു. അവരുടെ കണ്ണുകളിലെ തിളക്കം പ്രതീക്ഷയെയും അവരുടെ കൈകളിലെ വിത്തുകൾ വളർച്ചയുടെയും പുതുജീവിതത്തിൻ്റെയും പ്രതീകമാണ്. അവർ വെറും തൊഴിലാളികളല്ല, മറിച്ച് പ്രകൃതിയുടെയും സമൂഹത്തിൻ്റെയും പുനർജീവനത്തിൽ പങ്കുചേരുന്നവരാണ്. അവർ തരിശു നിലങ്ങളെ പുനർജീവിപ്പിക്കാൻ കരുതി ഇറങ്ങിയവരാണ്. അവരുടെ ഹൃദയങ്ങൾ ഈ ലക്ഷ്യത്തിനായി സ്പന്ദിക്കുന്നു. അതേസമയം കവിത അധ്വാനവർഗം നേരിടുന്ന പ്രയാസങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു. നിരവധി നഗരങ്ങളിൽ വറുതിയോട് അംഗം വെട്ടുന്നവർ, പട്ടിണിയിൽ സ്വയം എരിയുമ്പോഴും ജീവിക്കുന്നവർ എന്നും അവരെ വിശേഷിപ്പിക്കുന്നു. കുട്ടികളെ, ഒന്ന് ശ്രദ്ധിക്കൂ.
നമ്മൾ ഇന്ന് പഠിച്ച തരിശുനിലങ്ങളിലേക്ക് എന്ന കവിതയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തരിശുനിലങ്ങളിലേക്ക് എന്ന കവിത രചിച്ചിരിക്കുന്നത് ആരാണ്? തിരുനെല്ലൂർ കരുണാകരൻ. തരിശായ ഭൂമിയിലേക്ക് എത്തുന്നത് ആരാണ്? വേലക്കാർ. അവർ എന്തിനാണ് അവിടേക്ക് വരുന്നത്? തരിശുനിലം സമ്പന്നമാക്കാനാണ്. തിരുനെല്ലൂർ കരുണാകരൻ ഈ വേലക്കാരെ എങ്ങനെയെല്ലാമാണ് ഉപമിക്കുന്നത്? കരിമുകിൽ പോലെ, മിഴിയിൽ മിന്നൽ പിണറുകൾ, കയ്യിൽ ഏഴഴകായി വിളയും വിത്തുകൾ, അവരുടെ ഹൃദയം തെളിനീർ കുളിർ പോലെ എന്നിങ്ങനെയെല്ലാമാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത്. ഇതുവരെയുള്ള ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.